Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് കഴിഞ്ഞ ദിവസം റോൾ ഓഫ് PR ഓഫീസർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? എവിടെ വരെ എടുത്തിരുന്നേ കഴിഞ്ഞ ക്ലാസ്സില്? Opinion master. ഒപ്പീനിയൻ മാസ്റ്റർ വരെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്തിട്ട് പോവാം അല്ലെ? 4 റോൾസ് ആണ് പറഞ്ഞത് PR-ന്റെ. ഏതൊക്കെയായിരുന്നു 4 റോൾസ്? ഏതൊക്കെയായിരുന്നു? Advocate, communicator, problem solver, and an opinion master. 4 റോൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് അല്ലെ, ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം ഒരു പബ്ലിക് റിലേഷൻ മാനേജർ അല്ലെങ്കിൽ ഓഫീസറും ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പബ്ലിക് ഇമേജ് ഉയർത്തുന്നതിനെല്ലാം ഏറ്റവും കൂടുതൽ എനർജി കേന്ദ്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമതായി നമ്മൾ പറഞ്ഞതാണ് ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ അല്ലെ, ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യേണ്ടതാണ്. അതായത് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി പല കാര്യങ്ങളും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ അവർക്ക് നല്ല അത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ജേർണലിസം മുതലായ ടാലൻസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, അതുപോലെ തന്നെ റെലവന്റ് ടു ദ ഓഡിയൻസ് അല്ലെ, കേൾക്കുന്ന വ്യക്തികൾക്ക് അത് വളരെ പ്രസക്തിയുള്ളതാണെന്ന് തോന്നുകയും വേണം. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ഒരു പ്രോബ്ലം സോൾവർ എന്ന റോളാണ് അല്ലെ. പ്രോബ്ലം സോൾവർ എന്ന റോൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഈ പറയുന്ന പബ്ലിക് റിലേഷൻ മാനേജർ അല്ലെങ്കിൽ ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്പിൻ ഡോക്ടർ ആയിരിക്കണം. എന്തായിരുന്നു നമ്മൾ സ്പിൻ ഡോക്ടർ എന്ന് ഉദ്ദേശിച്ചത്? ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാല് അതെന്ത് ചെയ്യാം, പുറത്തേക്ക് അല്ലെ പബ്ലിക്കിലേക്ക് എത്തുമ്പോ ആ പബ്ലിക് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ ഒരുപാട് കേസുകൾ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എല്ലാ പ്രോബ്ലവും നമ്മുടെ പബ്ലിക് അറിയാറുണ്ടോ? നമ്മൾ അറിയാറുണ്ടോ? ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അറിയാറുണ്ടോ? അറിയാറുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാറില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വന്നതോട് കൂടിയാണ് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ പുറത്തറിയുന്നത് അല്ലെ. അല്ലെങ്കിലോ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അത് ഒതുങ്ങി തീർക്കുകയാണ് ചെയ്യാറ് അല്ലെ. എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇത് ലീക്ക് ആവാതെ അതിനുള്ളിൽ തന്നെ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വിടാറാണ് പതിവ്. അപ്പൊ അങ്ങനെയുള്ള എന്തൊരു നിസ്സാര കാര്യം വന്നാലും അത് പബ്ലിക് എത്തുമ്പോ പബ്ലിക് എങ്ങനെയായിരിക്കും അതിന് നെഗറ്റീവ് എടുക്കുമോ പോസിറ്റീവ് ആയിട്ട് എടുക്കുമോ എന്ന കാര്യം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ പറയുന്ന PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞു എന്താ, ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് അല്ലെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ എന്താ മറ്റുള്ള രീതിയിലുള്ള പ്രചരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോ അല്ലെ അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോ എപ്പോഴും ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്രതിച്ഛായ നിലനിർത്താനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? എന്തൊരു നിസാര പ്രോബ്ലം ആണെങ്കിലും ആ ഒരു പ്രശ്നത്തെ നിസാരവൽക്കരിക്കാതെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതെന്ത് ചെയ്യുക, പോളിഷ് ചെയ്ത് നല്ലൊരു എന്താക്കി മാറ്റുക, പ്ലാറ്റിനം ഡേറ്റ ആക്കി മാറ്റുക അല്ലെ. വളരെ ഉയർന്ന മികച്ച രീതിയിലുള്ള നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യതയുള്ള റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്കി മാറ്റുകയും അത് അനലൈസ് ചെയ്തുകൊണ്ട് ആ നിസാര പ്രോബ്ലം ആണെങ്കിൽ കൂടി അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെ കണ്ടെത്തി നൽകുകയും ചെയ്യുന്നതിലൂടെ ആ പ്രോബ്ലത്തെ ഒരു വ്യക്തി ഒരു ചെറിയ പ്രോബ്ലം ആണെങ്കിലും അത് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല, അത് നിസ്സാരമാണല്ലോ
അത് അവോയ്ഡ് ചെയ്ത് കളയാതെ അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നൽകുമ്പോൾ ആ വ്യക്തികൾ തമ്മിൽ ഈ ഒരു ഹോസ്പിറ്റലും തമ്മിൽ ഒരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് കൂടാതെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസത കൂട്ടിയെടുക്കാനും സാധിക്കും. അതാണ് നമ്മൾ പ്രോബ്ലം സോൾവർ എന്ന നിലയിൽ ഒരു PRO ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ 4th വൺ ആണ് പറഞ്ഞത് ഒപ്പീനിയൻ മാസ്റ്റർ. ഇത്രയല്ലേ? ബാക്കി 3 ക്ലിയർ ആണല്ലോ? ഓക്കെ. ശ്രദ്ധിക്കാം ട്ടാ. ഒപ്പീനിയൻ മാസ്റ്ററോ എന്ന് പറഞ്ഞാൽ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ വിദഗ്ധൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടാ. അപ്പൊ ഇവിടെ ഒപ്പീനിയൻ മാസ്റ്ററോ എന്ന നിലയിൽ PRO ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാ? ദ പബ്ലിക് റിലേഷൻസ് മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫേർട്സ്. ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വ്യാപനം. എന്തിന്റെ വ്യാപനമാണ്? ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ അല്ലെ, ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലെ, പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രവർത്തനം നല്ല നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ അത് എന്ത് ചെയ്യണം? പബ്ലിക്കിലേക്ക് അറിയിക്കണം അല്ലെ. പബ്ലിക്കിനെ അറിയിച്ചാൽ മാത്രമേ പബ്ലിക് ഈ ഒരു പറഞ്ഞ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ പറഞ്ഞ എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ PRO. നെക്സ്റ്റ് പറയുന്നത് he is accountable for media placements or arranging organizational functions and the efforts of executives. ഇനി എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്? മീഡിയ പ്ലേസ്മെന്റ് അല്ലെ, മാസ് മീഡിയാസിലൂടെയാണ് നമുക്ക് പബ്ലിക് റിലേഷൻസ്, നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അവിടെ മാസ് മീഡിയാസ് ഒക്കെ പ്ലേസ്മെന്റ് ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട്, പബ്ലിക്കുമായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻസ് വരുത്താൻ വേണ്ടി മാസ് മീഡിയാസ് പ്ലേസ് ചെയ്യുക. അതുപോലെ ആ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക. ആൻഡ് ദ എഫേർട്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ് ആരൊക്കെയാ? CMO ആവാം, CEO ആവാം, COO ആവാം. അങ്ങനെ എക്സിക്യൂട്ടീവ്സിനെല്ലാം, ആ ഹോസ്പിറ്റലിലുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ എല്ലാം പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുക. ഇതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. നെക്സ്റ്റ് പറയുന്നത് it is his duty to decide the executive appropriate for each situation and make sure that person has approved information and statements in hand. ഇനി എന്താ? ഈ പറയുന്ന എക്സിക്യൂട്ടീവുകളെ നമ്മുടെ ആ ഓരോ സാഹചര്യത്തിനനുസരിച്ച് അനുയോജ്യരായ എക്സിക്യൂട്ടീവുകളെ തിരഞ്ഞെടുക്കുകയും അവരുടെ ഈ പറയുന്ന എക്സിക്യൂട്ടീവുകൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെടുന്നതാണോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവരെ നല്ല നല്ല എക്സിക്യൂട്ടീവുകളെ നമ്മുടെ ആ ഓരോ സാഹചര്യം അനുസരിച്ച് അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് അതിനനുസരിച്ച് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കണം അല്ലെ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരുടെ അംഗീകൃതമാണോ എന്ന് നോക്കുന്ന എന്താ? അവർ ആ ഒരു ജോലി ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആണോ അല്ലെ, അതുപോലെ നല്ല സ്കിൽഡ് ഉള്ളവരാണോ, അതുപോലെ നല്ല കഴിവുള്ളവരാണോ എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് വേണം അവരെ എന്ത് ചെയ്യാൻ? അതിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. ഒരു ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ PRO ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണെന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനവുമായി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ നല്ല പ്രവർത്തനങ്ങളും പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ എത്താനുള്ള നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന PRO ആണ്. രണ്ടാമതായി പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നല്ല കമ്മ്യൂണിക്കേഷൻസ് വളർത്തിയെടുക്കാൻ മാസ് മീഡിയാസ് പ്ലേസ് ചെയ്യുക. അതുപോലെ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കുക. അവിടെയുള്ള ഓരോ എക്സിക്യൂട്ടീവുകളുടെയും പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വവും ഈ PROവിനായിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് അനുയോജ്യരായ എക്സിക്യൂട്ടീവുകളെ തിരഞ്ഞെടുക്കുകയും അവരുടെ ഓരോരുത്തരുടെയും യോഗ്യതകൾ അല്ലെ, അവരുടെ ഓരോരുത്തരുടെയും എന്തൊക്കെയാണ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും
സംസ്കൃതമാണോ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണോ, നല്ല സ്കിൽഡ് ഉള്ളവരാണോ, നല്ല കഴിവുള്ളവരാണോ എന്ന രീതിയിൽ അവരെ തിരഞ്ഞെടുത്ത് അനുയോജ്യരായ ജോലികള് ഏൽപ്പിക്കുകയും ചെയ്യുക. അതാണ് ഒപ്പീനിയൻ മാസ്റ്റർ എന്ന നിലയിൽ PRO ചെയ്യുന്നത്. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ റോൾസ് ഓഫ് PRO കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. എന്താണ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ്? പരസ്യതന്ത്രങ്ങള്, അതുപോലെ ക്യാമ്പയിൻസ്, പ്രചരണങ്ങളെല്ലാം എന്താ ആസൂത്രണം ചെയ്യുക. നല്ല കമ്മ്യൂണിക്കേഷൻസ് വേണമെങ്കിൽ ഇതുപോലെയുള്ള പരസ്യങ്ങൾ കൊടുക്കണം, അല്ലെ, പ്രചരണങ്ങൾ നടത്തണം. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആരാണ് പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യേണ്ടത്? ഒരു നല്ല പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് ചെയ്യേണ്ടത്. പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്, പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യുക. രണ്ടാമതായിട്ട് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. ഇനി എന്താണ്? പത്രക്കുറിപ്പുകള്, അതുപോലെ തന്നെ അവതരണങ്ങളെല്ലാം എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്യുക, എഴുതുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക, നിർമ്മിക്കുകയും ചെയ്യുക. നമ്മൾ ഓൾറെഡി അതിന്റെ ഇവരുടെ ക്വാളിറ്റി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതാനുള്ള ഒരു റൈറ്റിംഗ് സ്കില്ല് വേണമെന്ന്, അല്ലെ? പറഞ്ഞിരുന്നോ? ഓർക്കുന്നുണ്ടോ? എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് എന്നുള്ള ഇതിൽ പറഞ്ഞപ്പോ, ക്വാളിറ്റീസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് ഇങ്ങനെയുള്ള പ്രസന്റേഷൻസ്, എന്തെങ്കിലും അവതരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലോ, പ്രസന്റേഷൻസ് നടത്തുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ് റിലീസസ്, പത്രക്കുറിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാധനങ്ങൾ, അല്ലെ, അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ടു ഡീൽ വിത്ത് inquiries from the public, the press and related organizations. ഇനി എന്താ? അവിടെ പബ്ലിക്കിൽ നിന്ന് വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാവാം, അല്ലെ? പ്രസ് അല്ലെങ്കിൽ മീഡിയയിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങൾ ഉണ്ടാവാം, അല്ലെ? ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ്, മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന അന്വേഷണങ്ങൾ അല്ലെങ്കിൽ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് ആണ് ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് promotional events such as press conferences, open days, exhibitions, tours and visitors. ഇനി എന്താ? ഇപ്പൊ ഇവിടെ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. എന്തൊക്കെയാ സംഘടിപ്പിക്കേണ്ടത്? പ്രൊമോഷണൽ ഇവന്റ്സ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രൊമോഷണൽ ഇവന്റ്സ്, അതിപ്പോ ഒരു പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനങ്ങൾ നടത്താം, അതുപോലെ ഓപ്പൺ ഡേ ഹൗസ് നമ്മൾ പറഞ്ഞതാണ്, അല്ലെ? ഓപ്പൺ ഡേ ഹൗസ് എന്താന്നൊക്കെ പറഞ്ഞതാണ്. ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താം, എക്സിബിഷനുകൾ നടത്താം, ടൂർസ് ആൻഡ് വിസിറ്റ് ഒക്കെ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് ഒക്കെ സംഘടിപ്പിക്കുക, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുക. എന്നാൽ സംഘടിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ്. ഇതുപോലെ മറ്റ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രൊമോഷണൽ ഇവന്റ്സ് നടത്തുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അതിലെന്ത് ചെയ്യുക? ഇവര് പങ്കെടുക്കുകയും ചെയ്യുക. അതാണ് പറയുന്നത് ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് സച്ച് ആസ് പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനങ്ങള്, ഓപ്പൺ ഡേ ഹൗസ്, എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ് മുതലായിട്ടുള്ള പ്രൊമോഷണൽ ഇവന്റ്സ് ആ സ്ഥാപനത്തിൽ സംഘടിപ്പിക്കുകയും കൂടാതെ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സിൽ ഈ PRO പങ്കെടുക്കുകയും വേണം. നെക്സ്റ്റ് ആണ് ടു സ്പീക്ക് പബ്ലിക്ലി അറ്റ് ഇന്റർവ്യൂസ്. എന്തെങ്കിലും അഭിമുഖങ്ങളിലോ അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനങ്ങളിലോ, പ്രസന്റേഷൻസ്, അവതരണങ്ങളിലോ ഒക്കെ എന്ത് ചെയ്യുക? പൊതുവായി സംസാരിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ടു പ്രൊവൈഡ് ക്ലയന്റ്സ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറന്റ് പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ്. നിലവിലുള്ള ഈ പ്രീ ക്യാമ്പയിനുമായിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള പ്രചരണത്തിന് മുൻപുള്ള ആ പുരോഗതി എത്രത്തോളം ഉണ്ട്, ഇനി പുതിയതായിട്ട് വരുന്ന പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? ക്ലയന്റുകൾക്ക് നൽകുക. നെക്സ്റ്റ് എന്താ? ടു അനലൈസ് മീഡിയ കവറേജ്. നമ്മുടെ മാസ് മീഡിയാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കമ്മ്യൂണിക്കേഷൻസ് നടത്താറുണ്ട്, അല്ലെ? അപ്പൊ അതെല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്നും കൂടി വിശകലനം ചെയ്യണം. ഈ പറയുന്ന മാസ് മീഡിയാസ് ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ രീതിയിലും ആ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇതുവഴി കവർ ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഇനി എന്തെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തി
മീഡിയാസ് ഒക്കെ ചിലപ്പോൾ പല മീഡിയാസ് ഉപയോഗിക്കാൻ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ചില മീഡിയാസിനെ മാറ്റി വേറെ മീഡിയാസ് ഉപയോഗിച്ച്, കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, ഇപ്പൊ വെബ്സൈറ്റുകള്, അങ്ങനെയുള്ള പല രീതിയിലും മാറ്റി മറിച്ചൊക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടതും ഈ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് പറയുന്നതാണ് ടു ലൈസ് എന്ന് പറയുന്ന എന്താണ്, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ. ദെൻ വിത്ത് ക്ലയൻസ്, ആരൊക്കെയായിട്ടാണ് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്? PRO ക്ലയന്റുകളുമായിട്ട്, മാനേജ്മെന്റിലെ സ്റ്റാഫുകളുമായിട്ട്, ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ട് എന്ത് ചെയ്യുക? ആ ഹോസ്പിറ്റലിലെ ബഡ്ജറ്റുകളെ കുറിച്ച്, ടൈം സ്കെയിൽ എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ്, ഓരോ പരിപാടികള് അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഈ PRO ക്ലയന്റുകളുമായിട്ടും മാനേജ്മെന്റിന്റെയുമായിട്ടും അതുപോലെ ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ടും നിലനിർത്തേണ്ടതാണ്. എന്തൊക്കെയാ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് നമുക്കൊന്നുകൂടി പറയാം കേട്ടോ, കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് അല്ലെ, പരസ്യതന്ത്രങ്ങളും പ്രചരണങ്ങളും അല്ലെ. എങ്ങനെയാണ് പബ്ലിസിറ്റി ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ പരസ്യങ്ങൾ കൊടുക്കേണ്ടത്, എങ്ങനെ നമുക്ക് അവിടെ പ്രചരണം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്ലാനിങ് നടത്തുകയിൽ ആസൂത്രണം ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് പ്രസന്റേഷൻസ്, അവതരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രസ് റിലീസുകൾ, പത്രക്കുറിപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതുകയും നിർമ്മിക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞ? പബ്ലിക്കിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളാവാം, പ്രസ് അല്ലെങ്കിൽ മീഡിയയിൽ നിന്ന് വരുന്ന അന്വേഷണങ്ങളാവാം, അൺറിലേറ്റഡ് ഓർഗനൈസേഷൻസ്, ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങളെ കൃത്യമായി എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യാറുള്ളതും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രൊമോഷണൽ ഇവന്റ്സ് നടത്തുക അല്ലെ. അതൊരു പ്രസ് കോൺഫറൻസ്, പത്രസമ്മേളനങ്ങളാവാം, ഓപ്പൺ ഡേ ഹൗസുകളാവാം, എക്സിബിഷൻസ് ആവാം, ടൂൾസ് ആൻഡ് വിസിറ്റ് മുതലായ പ്രൊമോഷണൽ ഇവന്റ്സുകൾ എന്ത് ചെയ്യുക? കൃത്യമായി ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സിനെ അറ്റൻഡ് ചെയ്യുകയും ചെയ്ത് അതിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു പബ്ലിക് ഇവന്റ്സ്, ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു അഭിമുഖമായിരിക്കാം, പ്രസ് കോൺഫറൻസ്, ഒരു പത്രസമ്മേളനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻസ് അല്ലെങ്കിൽ അവതരണമായിരിക്കാം. കൃത്യമായിട്ട് ഇതിന് എന്ത് ചെയ്യുക? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതും പബ്ലിക്കായി പൊതുവായി സംസാരിക്കേണ്ടതും. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? കറന്റ് പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ്, നിലവിലുള്ള ക്യാമ്പയിനിൽ പ്രചരണത്തിന് മുൻപുള്ള പുരോഗതി എന്തൊക്കെയാണ്, പുതിയ വരുന്ന പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ക്ലയന്റുകൾക്ക് നൽകുക. നെക്സ്റ്റ് എന്താ? ഒരു മാസ് മീഡിയാസ് എത്രത്തോളം നമ്മൾ ആ ഹോസ്പിറ്റലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, എങ്ങനെയാണ് അതിന്റെ ഉപയോഗം വരുന്നത് അല്ലെ. പല രീതിയിൽ നമുക്ക് പ്രചരണങ്ങൾ അത് ഉപയോഗിച്ച് അഡ്വർടൈസ്മെന്റ്സും മറ്റു രീതിയിലുള്ള ഇവന്റ്സും ഒക്കെ നടത്താം. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടോ, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ അതിൽ വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് വിശകലനം ചെയ്യുക. ലാസ്റ്റ് വന്ന് പറഞ്ഞ എന്താ? നല്ലൊരു റിലേഷൻഷിപ്പ് ഈ PRO ക്ലയന്റുകളുമായിട്ട്, മാനേജ്മെന്റുമായിട്ടും ജേർണലിസ്റ്റിക് സ്റ്റാഫുകളുമായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. അത് ആ ഒരു സ്ഥാപനത്തിന്റെ ബഡ്ജറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവാം, ടൈം സ്കെയിലും എന്താ അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ആവാം. ക്ലിയർ ആണോ? ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. നോക്കി, ഇമ്പോർട്ടന്റ് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ്, കുറച്ച് പരിഗണന കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. പ്രസ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, അല്ലെങ്കിൽ ലോക്കൽ മീഡിയാസ് അല്ലെ, പ്രാദേശിക മാധ്യമങ്ങൾ. PR must get to know the local press well. എന്തായിരിക്കണം? അവിടുത്തെ ഹോസ്പിറ്റലിന്റെ PRO എന്ന് പറയുന്നത് എപ്പോഴും ആ ലോക്കൽ പ്രസ്സിലെ അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങളെ നന്നായി അറിയുന്നവരായിരിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? നമ്മളൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിന്റെ ലോക്കൽ പ്രസ് എന്ന് പറയുമ്പോ അത് എന്താ ഉദ്ദേശിക്കുന്നത്? ലോക്കൽ പ്രസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ?
ലോക്കൽ പ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഒരു സ്ഥാപനത്തിന്റെ നിയർ ബൈ ആയിട്ടുള്ള അല്ലെ, തൊട്ടടുത്ത് നമുക്ക് ലഭ്യമാകുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ പറയാ അല്ലെ. ലോക്കൽ പ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രാദേശിക മാധ്യമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലേ. അപ്പൊ അവിടത്തെ ഇപ്പൊ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ തൊട്ടടുത്ത ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പൊ നമ്മുടെ ഇവിടെയാണോ സ്ഥലം, ആ ഒരു സ്ഥലത്തിന്റെ നമ്മുടെ ആ ഒരു പ്രാദേശിക അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള മീഡിയാസിലെ കൂടുതലും ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാറ് അല്ലേ? ആണോ? അല്ലെ, നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആ ഒരു കൂടുതലും ആ ഒരു മാധ്യമങ്ങൾ. കാരണം എന്താ അത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് സമയം ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ദൂരത്തിലിരിക്കുന്ന ഹോസ്പിറ്റലാണോ നമ്മൾ തിരഞ്ഞെടുക്കാറ്? ഇല്ല, നമുക്ക് എപ്പോഴും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ചൂസ് ചെയ്യുക അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ പോയി നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഹോസ്പിറ്റലുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ദൂരെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എക്സ്റ്റൻഡ് ആയിട്ട് അത് ന്യൂസ് കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ജില്ലക്കാർക്ക് അടുത്ത ജില്ലയിലിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റി ഒരു വിവരങ്ങൾ കിട്ടുകയാണ്, നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുവിധം മാക്സിമം നമ്മൾ അവിടെ പോവാതിരിക്കാനല്ലേ നോക്കാം. അത്രയും നമുക്ക് എന്തെങ്കിലും അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒന്നും ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടുത്തെ മികച്ചതാണെന്ന് വിചാരിച്ചു പോകുള്ളൂ അല്ലെ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ചെറിയൊരു നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലല്ലേ പോവാ. എത്ര പബ്ലിസിറ്റി അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലും അല്ലെ, നമ്മുടെ ആ ഒരു ലോക്കൽ ആയിട്ടുള്ള നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്ക് പോവാനാണ് നമുക്ക് താല്പര്യം കൂടുതൽ അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകളാണ് അല്ലെ, ലൊക്കേഷനിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അവരിലേക്കാണ് കൂടുതലും ഈ പറയുന്ന ഇൻഫർമേഷൻസ്, ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ലോക്കൽ പ്രസ് അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമങ്ങളെയാണ് എപ്പോഴും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ നന്നായി അറിവുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് പബ്ലിക് ആൻഡ് ലോക്കൽ പ്രസ്സുകൾ മാധ്യമങ്ങൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് നല്ലൊരു അറിവ് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ് അല്ലെ. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആ തൊട്ടടുത്ത ആളുകളോട് എത്തിക്കണമെങ്കിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ എന്താണ് പറയാ, സഹായികളായിരിക്കും ആരെന്ന് പറയുന്നത്, അതാണ് പ്രിൻസിപ്പൽ ഹെൽപ്പർ. സഹായികളാണ് എപ്പോഴും ഒരു പ്രാദേശിക മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ലോക്കൽ പ്രസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ലോക്കൽ മീഡിയാസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തുള്ള എല്ലാവർക്കും ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഈ ലോക്കൽ പ്രസ്സിലൂടെ കൊടുക്കാനും അതുവഴി ആ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരുന്നതിനെ സഹായിക്കാനും ഈ ഒരു ലോക്കൽ പ്രസ്സിന് സാധിക്കും ഇല്ലേ. ഹോസ്റ്റൈൽ പ്രസ്, എന്താണ് ഒരു ഹോസ്റ്റൈൽ പ്രസ് എന്ന് പറഞ്ഞാൽ? ശത്രുപക്ഷത്തുള്ള പ്രസ് അല്ലെ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തുള്ളതാണ്. അങ്ങനെ ഒരെണ്ണമാണെങ്കിൽ ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം, ഒരുപാട് അല്ലെങ്കിൽ വളരെയധികം ദോഷം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ശത്രുപക്ഷത്തുള്ള ഒരു പ്രസ് ആണെങ്കിൽ അവർക്ക് വളരെയധികം ദോഷം ചെയ്യാൻ സാധിക്കില്ലേ. അവരെന്ത് ചെയ്യും? ഈ ഒരു ഹോസ്പിറ്റലിനെ പറിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം, പല രീതിയിലുള്ള പ്രചരണങ്ങളും നടത്തിയേക്കാം അല്ലെ. തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി ആ ഒരു ഹോസ്പിറ്റലിലെ ഇമേജിനെ കളങ്കപ്പെടുത്താനായിട്ട് സാധിക്കില്ലേ അവർക്ക്? പറ്റില്ലേ? അതുകൊണ്ട് തന്നെ if an editor understands the hospital problem, he can help enormously. ഇനി ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അവിടുത്തെ എഡിറ്റേഴ്സ് അല്ലേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ലാസ്റ്റത്തെ ആ ഒരു ഫൈനൽ ഡിസിഷൻ എഡിറ്ററുടെ കയ്യിലാണ് അല്ലെ. അവര് ആ ഒരു ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ, യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് അവർ കൃത്യമായി എഡിറ്റർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് നമ്മളെ ഒരുപാട് രീതിയിൽ സഹായിക്കാൻ പറ്റും. എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ് എന്ന് പറഞ്ഞത്? പബ്ലിക് റിലേഷൻ ഓഫീസർ എപ്പോഴും ആ പ്രാദേശിക മാധ്യമങ്ങളെ കുറിച്ച് കൃത്യമായി അറിവുള്ള ആളായിരിക്കണം. അതുപോലെ ഒരു ലോക്കൽ പ്രസ്സിന് നമ്മുടെ ആ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ശത്രുപക്ഷത്തുള്ള പ്രസ് ആണെങ്കിൽ അതിന് വളരെയധികം ദോഷം ചെയ്യാനും സാധിക്കും. ഇനി ഒരു എഡിറ്ററിന് കൃത്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നമ്മുടെ ആ ഒരു സ്ഥാപനത്തെ സഹായിക്കാനായിട്ടും സാധിക്കും. ക്ലിയർ ആണോ ആ ബോക്സ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ.
when something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as early as possible. ഇനി എന്തെങ്കിലും ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോ ഒരു ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചാല് അത് പബ്ലിക്കിനിടയിൽ എന്തുണ്ടാക്കാം, ഒരുപാട് ആശങ്കകൾ ഉയർത്തുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ പറ്റി, നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റി ഇങ്ങനെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ വലിയൊരു തെറ്റ് സംഭവിച്ചതായിട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലും ഒരു ആശങ്ക ഉണരില്ലേക്കും. നമ്മൾ എപ്പോഴും പോകുന്ന ഹോസ്പിറ്റലാണല്ലോ, അങ്ങനെ ആ ഹോസ്പിറ്റൽ ചെയ്യുമോ എന്ന രീതിയിൽ ഒരു എന്താണ് ഒരു കൺസേൺ വരില്ലേ, പബ്ലിക് കൺസേൺ അല്ലെ, ഒരു ആശങ്ക വരില്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്തായിരിക്കാം, അങ്ങനെ ഫേക്ക് ആയിട്ട് വന്നവർ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ആരോപണമായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തൊരു കാര്യം വന്നാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആര് കൊടുക്കണം? ഈ ഹോസ്പിറ്റലുകാര് കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് വിശ്വസനീയമാവുള്ളൂ. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി വോളണ്ടിയർഡ് ആസ് ഏർലി ആസ് പോസിബിൾ. നിയമാനുസൃതമായിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് എല്ലാ വിവരങ്ങളും, നിയമാനുസൃതമായ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളിനെ അറിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? സ്വമേധയാണ്. മറ്റാരും നിർബന്ധിച്ചിട്ടാവരുത്. ഒരു ഹോസ്പിറ്റല് സ്വമേധയാ എത്രയും പെട്ടെന്ന് ആ ഒരു ആ ഒരു പ്രോബ്ലത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, നിയമാനുസൃതമായ എല്ലാ വിവരങ്ങളും പബ്ലിക്കിലേക്ക് അറിയിക്കേണ്ടതുമാണ്. ക്ലിയർ ആണോ? അത് ആ ഒരു ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? എന്താ ഉദ്ദേശിച്ചത്? ക്ലിയർ ആയോ? എന്താണ് അവിടെ വേറെ ഒന്നും പറയുന്നില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഹോസ്പിറ്റലിൽ സംഭവിച്ചു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാല് ഉടനെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ എന്താ, അവിടെ വരുന്ന ആ പബ്ലിക് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ആ പബ്ലിക്കിന് ഒരു ആശങ്ക ഉയർത്താൻ സാധ്യതയുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യണ്ടേ? ആ ഒരു ഹോസ്പിറ്റലുകാരെ സ്വമേധയാ മുന്നോട്ട് ഇറങ്ങി വന്ന് ആ പ്രോബ്ലം എന്താണോ, അതിന് നിയമാനുസൃതമായിട്ടുള്ള വിവരങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ആ പബ്ലിക്കിനെ അറിയിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ അത്? ഓക്കെ, നെക്സ്റ്റ് നോക്കി. Clearance of all material intended for release must be controlled by the chief of PR. എന്താണ് ഈ ചീഫ് ഓഫ് PR എന്താ ചെയ്യേണ്ടത്? ക്ലിയറൻസ് ഓഫ് ഓൾ മെറ്റീരിയൽ ഇന്റൻഡ് ഫോർ റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇത് അറിയിക്കുക എന്നുള്ളത് എന്താ? പ്രസ് റിലീസുകളിലൂടെ അറിയിക്കാം അല്ലെ, എന്തെങ്കിലും പബ്ലിഷിങ്ങിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ വിവരങ്ങൾ അറിയിക്കാലോ. അപ്പൊ അങ്ങനെ വിവരങ്ങൾ അറിയിക്കണമെങ്കിൽ അങ്ങനെ റിലീസ് ചെയ്യാൻ പോകുന്ന ഓരോ വിവരങ്ങൾ അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും കൃത്യമായിട്ട് എന്താ ക്ലിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. Then the material should be put on a format. ഇനി തയ്യാറാക്കുന്ന മെറ്റീരിയൽ നമ്മൾ ആ വിവരങ്ങൾ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് തയ്യാറാക്കണം അല്ലെ. തോന്നിയ പോലെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. അത് കൃത്യമായ ഒരു ഫോർമാറ്റിൽ തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ unreleased in a manner calculated to benefit the hospital. ഇനി ഇത് റിലീസ് ചെയ്യുമ്പോൾ, ഇത് ആളുകളിലേക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ, റിലീസ് ചെയ്യുമ്പോൾ അത് ആ ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കൂടി കണക്കാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പറഞ്ഞു ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ നിയമാനുസൃതമായ വിവരങ്ങൾ അവർ അറിയിക്കണം, ഹോസ്പിറ്റലുകാർ തന്നെ അറിയിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലുകാരെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ മെറ്റീരിയൽസ് അത് തയ്യാറാക്കും. വെറുതെ പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ. കൃത്യമായ എവിഡൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് വേണം പ്രൂവ് ചെയ്ത് പറയാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള റിലീസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും നടത്തേണ്ടത് ഈ ചീഫ് ഓഫ് PR ആണ്. രണ്ടാമതായി ഈ പറയുന്ന മെറ്റീരിയൽസ് തയ്യാറാക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. അതുപോലെ ഈ പറയുന്ന കാര്യം നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം? ആ ഹോസ്പിറ്റൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നേട്ടം ഉണ്ടാകുന്ന രീതിയിലാണോ എന്ന് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ അത്? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി. Information regarding the condition of hospital patients, especially VIPs are very serious patients, should be guarded and preferably governed by an approval code.
ഇനി എന്താ നമുക്കറിയാം നമ്മുടെ VIP-കളൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ എന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടി വരാറില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? VIP-കള് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആക്ടേഴ്സ് അല്ലെ, ഫിലിം സ്റ്റാർസ് ഒക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് മീഡിയാസ് അവിടെ എന്ത് ചെയ്യും, ക്യൂ നിൽക്കുന്നുണ്ടാവും അല്ലെ, അവിടെ ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് അല്ലെ? അപ്പൊ അതെന്തിനു വേണ്ടി? അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്താണ് അല്ലെ, അവരുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് പബ്ലിക്കിന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ, ഉണ്ടാവും അല്ലെ. അപ്പൊ ആ പബ്ലിക്കിന് അത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോയി നിൽക്കുന്നതാണ് അവര് അല്ലെ. അതേസമയം ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ, അതേപോലെ ഇതിനോട് ഒരു VIP, ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യന്റ് ചിലപ്പോ VIP ആവാം, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ആവാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ആ വിവരങ്ങൾ അല്ലെ, ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അവരുപയോഗിച്ച് അപ്പൊ ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ആ ഹോസ്പിറ്റലിന്റെ എത്തിക്സിന്റെ ഭാഗമാണ് അല്ലെ, ആസ് എ പാർട്ട് ഓഫ് എത്തിക്സ്. അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ എത്തിക്സിന്റെ ഭാഗമാണത്. ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അത്ര അടുപ്പമുള്ള ആളുകളിൽ നിന്നല്ലാതെ നമുക്ക് അറിയാൻ പറ്റോ? ഹോസ്പിറ്റലുകാരിൽ നിന്ന് ആണോ അറിയുന്നത്? അവർ അത്രയും അടുപ്പമുള്ള ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, കയറി കണ്ടിട്ട് അവര് നിർദ്ദേശപ്രകാരമായിരിക്കും ഈ മീഡിയയിലേക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുക അല്ലെ. അല്ലാതെ ഫുൾ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യാറില്ല, ഒരിക്കലും റിവീൽ ചെയ്യാറില്ല അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അങ്ങനെ ഒരു നമ്മളെന്താണ്, നമ്മൾ ന്യൂസ് ഒക്കെ വെച്ച് നോക്കും അല്ലെ, അപ്പൊ ആ വ്യക്തിക്ക് എങ്ങനെയുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണെന്ന് ആവും വിവരം. അപ്പൊ ഇങ്ങനെ ഇവരിങ്ങനെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ, ഇന്ന വ്യക്തികൾ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ട്, ഇന്നതാണ് ഇന്നയാണ് എന്നൊക്കെ പറയും. പക്ഷെ എങ്ങനെയാണ്, അവരുടെ റിലേറ്റീവ്സ് ആരാണോ അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട അവകാശപ്പെട്ട നമ്മൾ ആരാണോ അവരോടായിരിക്കും ഈ ഹോസ്പിറ്റലുകാര് ആ വിവരങ്ങൾ പറയുന്നത് അല്ലെ. ഇനി അവരുടെ സമ്മതപ്രകാരം എന്താണ് റിലേറ്റീവ്സ് ആയിരിക്കും അത് പുറത്ത് പറയുന്നത്, അല്ലാതെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പറയാറുണ്ടോ? പുറത്തേക്ക് ഇൻഫർമേഷൻസ് വിടാറുണ്ടോ? ഇല്ല അല്ലെ. അതെന്താണ്, അത് അവരുടെ എത്തിക്സിന്റെ ഭാഗമാണ്. ഒരിക്കലും അങ്ങനെയുള്ള VIPs അല്ലെങ്കിൽ വെരി സീരിയസ് പേഷ്യൻസ് ആണെങ്കിൽ കൂടി അവരുടെ ഇൻഫർമേഷൻസ്, ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഒന്നും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു കാരണവശാലും പുറത്തേക്ക് വിടാൻ പാടില്ല. അതെല്ലാം ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. Then next point, interviews of patient by the press or taking their photographs should only be permitted if the patient or his or her relatives concerned and if it is the hospital interest. ഇനി എന്താ, ഒരു ഹോസ്പിറ്റല് ഒരു പേഷ്യന്റിനെ കാണാൻ അല്ലെ, ഇപ്പൊ ഒരാള് വരികയാണ്, ഇപ്പൊ എന്താണ് മീഡിയാസ് ഒക്കെ ചിലപ്പോ ഒരിത്തിരി പബ്ലിക് അറിയാവുന്ന ഒരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ ചിലപ്പോ അവർ ഇച്ചിരി ഒന്ന് എന്താണ് ബെറ്റർ ആയി കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ ഇന്റർവ്യൂ എടുക്കാനൊക്കെ മീഡിയാസ് വരാറുണ്ട് അല്ലെ. അതുപോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്താ ഒത്തിരി പബ്ലിക്കിന് ശ്രദ്ധ പിടിച്ചു പറ്റിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ അവരുടെ കേസ് പറയിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു വലിയ രീതിയിലുള്ള പബ്ലിക്കിന് അറിയാവുന്ന രീതിയിലുള്ള ഒരു കേസുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അവരെന്ത് ചെയ്യും, ഈ മീഡിയക്കാര് വന്ന് എന്ത് ചെയ്യും, അവരുടെ ഫോട്ടോഗ്രാഫ് എടുക്കാൻ നോക്കും, അല്ലെങ്കിൽ എന്താ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാൻ നോക്കും ഇല്ലേ. അപ്പൊ ആ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ മീഡിയാസ് കണ്ടക്ട് ചെയ്യണം, അതിന്റെ അനുവാദം കൊടുക്കേണ്ടത് ആരൊക്കെയാണ്? അതിന്റെ അനുവാദം കൊടുക്കേണ്ടത്? ആരായിരിക്കും? ആരാണ് അതിന്റെ അനുവാദം കൊടുക്കേണ്ടത്? ഹോസ്പിറ്റലുകാരുടെ അനുവാദം വേണം അല്ലെ. പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ കൂടുതൽ ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ വേണം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ അനുവാദം വേണം. അത് കൂടാതെ ആരുടെയും കൂടി വേണം, ഹോസ്പിറ്റലിന്റെ താല്പര്യപ്രകാരം കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഹോസ്പിറ്റലിന്റെയോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെയോ അനുവാദം ഇല്ലാതെ യാതൊരു വിശാലും പേഷ്യൻസിന്റെ ഇന്റർവ്യൂകളോ അഭിമുഖങ്ങളോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ എടുക്കാനായിട്ട് എന്ത് ചെയ്യില്ല, പാടില്ല. ക്ലിയർ ആണോ? അത് ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ്. എന്താണ് ഇതിൽ പറയുന്നത്? എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ പബ്ലിക് കൺസപ്ഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ പബ്ലിക് റിലേഷൻസ്. ഇനി എന്താ, പൊതുജനങ്ങൾ അല്ലെ, പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്
അതാരാണ്? മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന ഇൻഫർമേഷൻസ്. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു കോവിഡ് സമയത്താവാം, അല്ലെങ്കിൽ നിപ്പ വന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരു എന്താണ് മാസ് ഡിസീസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് വേണ്ടതായിട്ടുള്ള അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മെഡിക്കൽ സ്റ്റാഫുകൾ തരാറില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള് മീഡിയാസ് വഴി? നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തരാറില്ലേ? അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പേഷ്യൻസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അവർ ആ ഒരു ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക, മാനേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻസ് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, ആ കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടതും അത് ക്ലിയർ ചെയ്ത് വിടേണ്ടത്. ആ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് വളരെ കൃത്യമായിരിക്കണം അല്ലെ? അതങ്ങനെ തെറ്റൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ തെറ്റു പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിനെ അത് ബാധിക്കും അല്ലെ? ആ ഒരു ഇമേജിനെ ബാധിക്കും. അപ്പൊ ആ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ കൊടുക്കുന്ന പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ആണ്. അവർ കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമാണോ അല്ലെ, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യമൊക്കെ ക്ലിയർ ചെയ്ത് വിടേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമതായി പറയുന്നത് നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസേൺ ഓഫ് ദ സെയിം അല്ലെ? അതുപോലെ എന്താ, പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെ, അത് ആ രോഗിയുടെ പേഷ്യന്റിന്റെ സൈൻഡ് അല്ലെങ്കിൽ രോഗിയുടെ ഒപ്പിട്ട ഫോം അല്ലെങ്കിൽ ഒപ്പിട്ട സമ്മതമില്ലാതെ യാതൊരു വിധത്തിലുമുള്ള അവരുടെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വിവരങ്ങള് പുറത്തുവിടാനുള്ള അധികാരം ആ ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടായിരിക്കും അല്ലെ? അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നത് കൊണ്ടാണ് അല്ലെ? അപ്പൊ നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസേൺ ഓഫ് ദി സെയിം. ഈ ഒരു രോഗിയുടെ ഒപ്പിട്ട സമ്മതമില്ലാതെ യാതൊരു കാരണവശാലും അവരുടെ പബ്ലിക് പേഴ്സണൽ ഇൻഫർമേഷൻസ് പുറത്തുവിടാനായിട്ട് പാടില്ല. മൂന്നാമതായിട്ട് ഓൾ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ ചീഫ് പബ്ലിക് റിലേഷൻസ് ബിഫോർ ബീങ് പബ്ലിഷ്ഡ് പബ്ലിക്കലി. എന്താ, നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി ഇപ്പൊ പലതരത്തിലുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാവാം, അല്ലെങ്കിൽ പേഷ്യൻസിനെ കുറിച്ചാവും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം അല്ലെ? പബ്ലിക്കിനിടയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ഇപ്പൊ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള പേഷ്യൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം, ചോദ്യങ്ങൾ വരാം അല്ലെ? ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടികളും കൊടുക്കണ്ടേ? കൃത്യമായ മറുപടികൾ കൊടുക്കണ്ടേ? അപ്പൊ അന്നാണ് അതുവഴി നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാവുള്ളൂ. ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി സ്ഥാപനം കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഷുഡ് ബി ക്ലിയർഡ് ബൈ ചീഫ് പബ്ലിക് റിലേഷൻ ബിഫോർ ബീങ് പബ്ലിഷ്ഡ് പബ്ലിക്കലി. എന്താ, പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് അല്ലെ, അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ആ ആൻസറുകൾ കൃത്യമായിട്ടാണോ കൊടുത്തിരിക്കുന്നത്, കൃത്യമായ ക്വസ്റ്റ്യൻസിന് അനുസരിച്ചുള്ള കൃത്യമായ മറുപടി ഇതിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് ആരാണ്? ഈ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. എനിക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ബോക്സിൽ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ എന്താ, പബ്ലിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഉപയോഗത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിനായിട്ട് ഈ മെഡിക്കൽ സ്റ്റാഫുകൾ, ഡോക്ടേഴ്സ് പോലുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് വളരെ കൃത്യമായിരിക്കണം അല്ലെ? അത് കൃത്യമായിട്ടാണ് അവർ ആ പ്രൊസീജിയർ ചെയ്തത്, ആ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് മുൻപ് അത് വളരെ കൃത്യമാണോ എന്നുള്ളത് ക്ലിയർ ചെയ്യേണ്ടത് ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആണ്. രണ്ടാമതായി പറഞ്ഞത് ആ പേഷ്യന്റ് അല്ലെങ്കിൽ രോഗിയുടെ ഒപ്പിട്ട സമ്മതമില്ലാതെ യാതൊരു കാരണവശാലും അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തുവിടാൻ പാടില്ല. മൂന്നാമതായിട്ട് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ പേഷ്യൻസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് കൃത്യമായ മറുപടികൾ ഈ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ മറുപടികൾ കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, അവർ ഈ ഒരു ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണോ കൊടുത്തിരിക്കുന്നത്, എല്ലാ രീതിയിലും വളരെ കറക്റ്റ് ആണോ എന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതും ഈ ചീഫ് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? അത് ആ ഒരു ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസ്, റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. നോക്കിയേ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഭാഗമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഭാഗത്ത് ആ ഒരു വ്യക്തി അല്ലെ, ഫാദർ, ആരാണ് പബ്ലിക് റിലേഷന്റെ ഫാദർ, അദ്ദേഹത്തിന്റെ ബുക്ക്
അല്ലെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു രണ്ട് ഡെഫിനിഷനിലും ഏതെങ്കിലും കൂടുതലും ഈ ജോൺ വില്യച്ചിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഡെഫിനിഷൻ അതുപോലെ തന്നെ തരും. എന്നിട്ട് അത് ഏത് വ്യക്തിയാണ്, ഏത് വ്യക്തി പബ്ലിക് റിലേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതിന്റെയൊക്കെ ഇതുപോലെ എന്താണ് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ രണ്ട് ഓപ്പറേറ്റീവ് മെത്തേഡ് ആണോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകൾ, രണ്ട് മെത്തേഡുകൾ പഠിച്ചല്ലോ അല്ലെ, അതിൽ രണ്ടും ചോദിക്കാറുണ്ട്. അതുപോലെ ഈ പറയുന്ന 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതാണ്, ചില ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം എന്താണ് ഒരു ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക കേട്ടോ കൂടുതലും. നിങ്ങൾക്ക് മനസ്സിലായി, കുറച്ച് നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ. ഒരുപാട് എന്താണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനില്ല. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ അല്ലെ. എല്ലാ കാര്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നില്ലേ ഈ ചാപ്റ്റർ? അധികം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ, നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ലേ. എന്താണ് ആരും കൂടെ റെസ്പോൺസ് ചെയ്യാതെ? പാടാണോ ഈ ചാപ്റ്റർ? ടഫായിട്ട് തോന്നിയോ? എന്താണ് അതിന് റിപ്ലൈ ചെയ്യാതെ? ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് ആയിരിക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ. അപ്പൊ നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ആണ് ക്വാളിറ്റി മാനേജ്മെന്റ്. ചാപ്റ്റർ 7 ആണ് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റ്. നാബ് പഠിച്ചിരുന്നോ നിങ്ങള്? നാബ് പഠിച്ചോ? ഓക്കെ, പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ എന്താണ് ഒത്തിരി ഇങ്ങനെയില്ല. നിങ്ങൾക്ക് നമ്മൾ നാമ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് പറ്റും. അതില് ഒരു 32 കീ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിരുന്നില്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിപ്പിച്ചില്ലേ മിസ്? അതിന്റെ ഒക്കെ കുറച്ചൊരു 32 എണ്ണം ഉണ്ട്. അത് കുറച്ച് ഫോർമുലാസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. 32 എണ്ണം ഒന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് നോട്ട് ചെയ്തിട്ട് അത് സ്ട്രെസ് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പുതിയതായിട്ട് കിടക്കുകയാണ്. ചാപ്റ്റർ നിങ്ങളുടെ 48 ആണെന്ന് തോന്നുന്നു. 48 ആണോ? പുതിയ നിങ്ങളുടെ മോഡ്യൂൾ വൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതില് 48 ആയിരിക്കും അല്ലെ? 48. ഓക്കെ, അപ്പൊ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്വാളിറ്റി? ക്വാളിറ്റി എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ക്വാളിറ്റി എന്നതുകൊണ്ട് എന്താണ്? ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാറില്ലേ നമ്മൾ? ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്തിന്റെ ബേസിസിലാണ് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത്? സർവീസ് ഉറപ്പ് വരുത്തുന്നത് കൊണ്ട്. പിന്നെയോ? അത് മാത്രമുള്ളൂ റീസൺ? എന്താണ്? ആർക്കും ഉച്ച കഴിഞ്ഞിട്ടില്ല, ആരും ഓർമ്മയാണോ? ഗുണമേന്മ അല്ലെ, ഗുണനിലവാരം. ശരിയാണ്, ഗുണനിലവാരം ഉള്ളത് കൊണ്ട്. പിന്നെയോ? വേറെ എന്താണ്? വേറെ ഒന്നുമില്ല. ഒരു സാധനം ക്വാളിറ്റി ഉള്ളതാന്ന് പറയുന്നതിന് ഈ 2 റീസൺസ് നിങ്ങൾക്കുള്ളൂ. മറ്റു റീസൺസ് ഒന്നും ഇത്രയും പേരുണ്ടായിട്ട് ആർക്കൊന്നും തോന്നിയിട്ടില്ല. വളരെ ഹെൽത്തി ആണോ, ആരോഗ്യമുള്ളതാണോ എന്ന് തോന്നാം. അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണോ അല്ലെ. ചിലര് പറയും ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണെന്ന് പറയാം അല്ലെ. ഒരുപാട് നാളെ എക്സ്പയർഡ് ആവാതെ നിൽക്കുന്നത് കൊണ്ട്, ഡ്യൂറബിൾ അതെ, ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം അല്ലെ. അപ്പൊ ഈ ക്വാളിറ്റിയെ നിർവചിക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ്? ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ക്വാളിറ്റി. എന്താണ് ഒരു ക്വാളിറ്റി? എന്താണ് ഒരു ഗുണനിലവാരം അല്ലെ? എന്താണ് നോക്കിയേ, ടു ദ ഓർഡിനറി പേഴ്സൺ, ഒരു സാധാരണക്കാരൻ അല്ലെ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. എന്താ ക്വാളിറ്റി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു ഗുണനിലവാരം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എത്രത്തോളം അല്ലെങ്കിൽ എത്ര നല്ലതാണ്,
എന്നതാണ്. എന്താണ്? is how good something is. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്രത്തോളം മികച്ചതാണ് എന്നതാണ് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞേ? ടു ദ ഓർഡിനറി പേഴ്സൺ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്ന് പറയുന്നത് ഒരു സാധനം അല്ലെ അല്ലെങ്കിൽ ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്രത്തോളം മികച്ചതാണ് എന്നതാണ്. ക്ലിയർ ആണോ? നമുക്കറിയാം ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോ അത് എത്രത്തോളം മികച്ചതാവുന്നു അത്രയും നമുക്ക് ആ സാധനത്തെ ഇഷ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് പറയും? നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനമാണെന്ന് പറയും അല്ലെ. ഇനി ആ സാധനം മികച്ചതല്ലെങ്കിലോ നമ്മൾ എന്താ പറയാ? അതൊരു ബാഡ് ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറയും അല്ലെ. ആ സാധനം ആ വാങ്ങുന്ന എന്തൊരു കാര്യമാണ്, അതൊരു സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം, അത് എത്രത്തോളം മികച്ചതാവുന്നു അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാവുന്നു അതിനനുസരിച്ച് നല്ലൊരു ഗുണമേന്മയുള്ള ഒരു സാധനമാണ് അതെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നോക്കി, ദിസ് ക്യാൻ ബി എ സർവീസ്. എക്സാമ്പിൾ, ഒരു ക്യാൻറ്റീൻ സർവീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സർവീസ് ആവാം. ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സർവീസ് ആവാം. ഇപ്പൊ ഒരു ക്യാൻറ്റീനിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, ഒരു ക്യാൻറ്റീനിൽ നിന്ന് സർവീസ്, അവിടെ നിന്ന് കിട്ടുന്ന ആ സർവീസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ പറയാം? ഒരു ക്യാൻറ്റീൻ സർവീസ് നല്ലതാണെന്ന് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പറയാം? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പറയാം? എന്താണ് റെസ്പോണ്ട്? നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ആയതുകൊണ്ടായിരിക്കാം. അതെ, വെരി ഗുഡ്. ക്ലീൻലിനെസ് അല്ലെ, വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം. അതെ, അവരുടെ സെർവിങ് അല്ലെ, സെർവിങ് പറഞ്ഞാൽ അവരുടെ ആ ഒരു ബിഹേവിയർ, സർവീസ് കാര്യങ്ങള് എല്ലാം നമുക്ക് മികച്ചതായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നത് കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അവിടുത്തെ സർവീസ് മികച്ചതാണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയാം അല്ലെ. ആ ഒരു ക്യാൻറ്റീൻ സർവീസിന്റെ മൊത്തത്തിൽ നമുക്ക് എന്തായി? അതൊരു നല്ലതാണെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് അവിടെ നല്ലൊരു സർവീസ് ആണെന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോ അല്ലെ, ഒരു റിസ്റ്റ് വാച്ച് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ വാങ്ങുമ്പോ അങ്ങനെയല്ലേ, ആ പ്രൊഡക്റ്റ് എത്രത്തോളം മികച്ചതാണ് അല്ലെ, അത് എത്രത്തോളം നല്ലതാണ് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ നമുക്ക് എന്ത് അറിയാം? ആ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? ബാഡ് ക്വാളിറ്റി ആണെന്ന് പറയാറുണ്ട് അല്ലെ. ആൻഡ് എ പേഴ്സൺസ് ജഡ്ജ്മെന്റ് about a service or product relies on what he hopes for it or from it. ഇനി ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെ, ആ ഒരു സർവീസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ ഒരു വ്യക്തി ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചാണ് അവിടെ വിലയിരുത്തുന്നത്? വാട്ട് ഹി ഹോപ്സ് ഫോർ ഇറ്റ് ഓർ ഫ്രം ഇറ്റ്. അതിൽ നിന്നും അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് അല്ലെ, അതിനനുസരിച്ചാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ് എടുക്കാൻ വേണ്ടി പോയി, ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നല്ലൊരു സർവീസ് ആണ് കിട്ടിയത്. നല്ല സർവീസ് ആയിരുന്നു, അവിടുത്തെ ജീവനക്കാരുടെ ബിഹേവിയർ നല്ലതായിരുന്നു, നല്ല രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സർവീസ് ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക? എന്താണ് നമ്മൾ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി അല്ലെ. എന്താണോ അവർ പ്രതീക്ഷിച്ചു പോയി, നമ്മൾ എന്താണോ അവിടെ നിന്ന് പ്രതീക്ഷിച്ചു പോയത്, ആ പ്രതീക്ഷിച്ച കാര്യം കിട്ടുമ്പോഴാണ് നമ്മൾ അവിടെ സംതൃപ്തരാകുന്നത് അല്ലെ. ആ പ്രതീക്ഷിച്ച കാര്യം നമുക്ക് കിട്ടണ്ടേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്തെന്ന് പറയുന്നത്? നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണ് അവർ തന്നത് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എന്താണ് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ വരുത്താറില്ലേ? ഒരു ഡ്രസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സാധനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് ആ സാധനത്തിന്റെ മികവെന്ന് തോന്നിയാലോ, നല്ല പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത്, നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്, നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ആണെങ്കിൽ നമ്മൾ എന്തായി? നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി. അപ്പൊ നമ്മൾ എന്താ പറയാ? നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കിട്ടിയത്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയും അല്ലെ. അതേസമയം നമ്മൾ പ്രതീക്ഷിച്ച കളർ അല്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള മെറ്റീരിയൽ അല്ല, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ കൊടുത്ത പണത്തിനുള്ള സാധനമില്ല, മൂല്യമില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? അതൊരു ബാഡ് ക്വാളിറ്റി ആണെന്ന് പറയും അല്ലെ. അപ്പൊ ഒരു വ്യക്തി ഒരു സർവീസിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരെന്താണോ ആ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ സർവീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് ആ സർവീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ആ വ്യക്തി വിലയിരുത്തുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ?
Okay. Then some of the words used to explain quality. ഇനി ക്വാളിറ്റിയെ വിശദീകരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വേർഡുകൾ ഉപയോഗിക്കാം അല്ലെ. എന്തൊക്കെയാണെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ അല്ലെങ്കിൽ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, വളരെ മനോഹരമായത് അല്ലെങ്കിൽ ആകർഷണീയമായതോ അല്ലെ. എന്താണ് ഡ്യൂറബിൾ, എന്താണ് ലോങ് ലാസ്റ്റിംഗ്, നിലനിൽക്കുന്ന രീതിയിലുള്ളവയാവാം. ദെൻ മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നവയാവാം. ആൻഡ് ഹെൽത്തി, ആരോഗ്യമുള്ളവയാവാം. ദെൻ വാല്യൂ ഫോർ മണി, അല്ലെ പണത്തിനുള്ള മൂല്യമുണ്ടോ അല്ലെ. നമ്മൾ ചോദിക്കാറില്ലേ ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് വർത്താണോ അല്ലെ, ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള ഒരു മൂല്യം ഉണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളതാന്ന് പറയും അല്ലെ. മിസ് ഇവിടെ എന്താണ് ഒരു ക്വാളിറ്റി എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പലരും പല അഭിപ്രായങ്ങളല്ലേ പറഞ്ഞത് അല്ലെ. അത് നമ്മുടേതായ ഒരു പേഴ്സണൽ വ്യൂ ആണ് അല്ലെ. നമുക്കൊരു പ്രൊഡക്റ്റ് നമ്മൾ എന്താണോ ആ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ ചിലർക്ക് ആ ഒരു പണത്തിനുള്ള മൂല്യമുള്ളത് കൊണ്ടാവാം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നത് അല്ലെ. ചിലപ്പോ എന്താ നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുന്നത് കൊണ്ടാവാം ചിലര് അതൊരു ക്വാളിറ്റി ആണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത്. ചിലവർക്ക് അത് നല്ല ബ്യൂട്ടിഫുൾ ആയി അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാവാം അല്ലെ. അങ്ങനെ പല രീതിയിൽ പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Then though different words are used to describe quality, we would describe it as the extent to which a product or service contains a person or a group, that is how much satisfaction the person receives from the service. ഇനി എന്താ പല വേർഡുകൾ ഉപയോഗിച്ച് പല വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ക്വാളിറ്റിയെ വിശദീകരിക്കാമെങ്കിലും നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ റിസീവ് ഫ്രം ദ സർവീസ്. എപ്പോഴും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സ്വാധീനിക്കണമെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കണം, ആൻഡ് ഹൗ മച്ച് സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ റിസീവ് ഫ്രം ദ സർവീസ്. ആ സർവീസിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ അല്ലെ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ സർവീസിൽ നിന്ന് എത്രത്തോളം സംതൃപ്തി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലെ. നമ്മളൊരു സർവീസ് വാങ്ങുമ്പോൾ അങ്ങനെയല്ലേ, ഹോസ്പിറ്റലിൽ ചെന്നൊരു സർവീസ് എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു പോയിരിക്കുന്ന എല്ലാ രീതിയിലും നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സർവീസ്, പ്രതീക്ഷയിൽ കൂടുതൽ നല്ല രീതിയിലുള്ള സേവനങ്ങളായിരിക്കണം അവർ തരേണ്ടത്. അപ്പൊ നമ്മൾ എന്തായി സാറ്റിസ്ഫൈഡ് ആയി ഹാപ്പിയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയാ, നല്ലൊരു ക്വാളിറ്റി സർവീസ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. പല വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മൾ അത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, നല്ലൊരു സർവീസ് ആണ് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അപ്പൊ എപ്പോഴും ഏതൊരു വ്യക്തിയുടെയും സാറ്റിസ്ഫാക്ഷൻ, അവർ ആ വേണ്ടി വാങ്ങിക്കുന്ന സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അവർക്ക് എന്താണോ അവർക്ക് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ പല വേർഡ്സ് ഉപയോഗിച്ച് ഈ പറയുന്ന ക്വാളിറ്റിയെ വിവരിക്കുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ക്ലിയർ ആണോ? എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, വാട്ട് ഈസ് ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി എന്നാണ് പറഞ്ഞത് അല്ലെ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്ന് പറയുന്നത് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നാണ് അല്ലെ. ഒരു കാര്യം എത്രത്തോളം നല്ലതാണോ അതാണ് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്നതാണ് ഒരു ഓർഡിനറി പേഴ്സൺ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം അല്ലെ. ദിസ് ക്യാൻ ബി എ സർവീസ്, ഇതൊരു സർവീസ് ആവാം. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സർവീസ് ആവാം, ഒരു ക്യാൻറ്റീൻ സർവീസ് പോലുള്ള സർവീസ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം, ഒരു റിസ്റ്റ് ബാച്ച് പോലുള്ള ഒരു പ്രൊഡക്റ്റും ആവാം. ഇനി ഒരു വ്യക്തി ഈ പറയുന്ന സർവീസിനെ പ്രൊഡക്റ്റിനെ വിലയിരുത്തുന്നത് അവരെന്താണോ ആ സർവീസിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും. പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ക്വാളിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞ, വളരെ ആകർഷണീയമായിട്ടുള്ളത് അല്ലെങ്കിൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ളത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതായിരിക്കാം. ദെൻ ഡ്യൂറബിൾ, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് നിലനിൽക്കുന്നതായിരിക്കാം. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതായിരിക്കാം. ദെൻ ഹെൽത്തി, ആരോഗ്യവാനായിരിക്കാം അല്ലെങ്കിൽ ആരോഗ്യമുള്ളതായിരിക്കാം. ആൻഡ് വാല്യൂ ഫോർ മണി, പണത്തിനുള്ള മൂല്യം ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത്. അപ്പൊ പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ക്വാളിറ്റിയെ ഈ പറയുന്ന വേർഡ്സ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പല വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ക്വാളിറ്റിയെ വിശദീകരിക്കാൻ ഒരു പബ്ലിക്കിനെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്താ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ
തെരഞ്ഞെടുപ്പിനെ ഈ പറയുന്ന ഒരു ക്വാളിറ്റി, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എങ്ങനെ സ്വാധീനിക്കുന്നു? ആ വ്യക്തി ഇപ്പൊ ആ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ, സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം അവർക്ക് അതിൽ നിന്ന് കിട്ടി എന്നതിനനുസരിച്ചാണ് അവർ ക്വാളിറ്റിയെ വിവരിക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ. ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞേ, നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, രോഗി പരിചരണം, ഗുണനിലവാരമുള്ളൊരു രോഗി പരിചരണം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരും? ഒരു നല്ല ക്വാളിറ്റി ഓഫ് കെയർ ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം? പറഞ്ഞു നോക്കിയേ. നല്ല സർവീസ് ആയിരിക്കണം അല്ലെ, നല്ലൊരു സർവീസ് ആയിരിക്കണം. നല്ലൊരു സർവീസ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മരുന്നുകൾ കൊടുക്കണം. അല്ലെങ്കിൽ എന്താ, വരുന്ന പേഷ്യൻസിനെ ശരിയായ സമയത്ത് പരിശോധിക്കണം അല്ലെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ശരിയായ രീതിയിലുള്ള രോഗനിർണയം നടത്തണം അല്ലെ. അതുപോലെ ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളോ ഉചിതമായ ട്രീറ്റ്മെന്റുകളോ നൽകണം അല്ലെ. അതുപോലെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യണം. ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തനങ്ങളും വളരെ മികച്ചതായിട്ട് ചെയ്യാൻ വേണം അല്ലെ. അതുപോലെ ഈ പറയുന്ന ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പരിചരണം കൊടുക്കുമ്പോ അവിടെ എന്തൊക്കെ വരാൻ പാടില്ല? അവിടെ വളരെ സേഫ് ആയിരിക്കണം ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ആണോ? അതുപോലെ തന്നെ മറ്റുള്ള വരുന്ന ഓരോ പേഷ്യൻസിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരിക്കണം അല്ലെ. അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം വേണ്ടത്. പേഷ്യൻസിന് അല്ലെങ്കിൽ വരുന്ന ക്ലയൻസിന് എന്താണോ ആവശ്യം അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം അവർക്കുള്ള എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെ. പേഷ്യൻസിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി അതിലായിരിക്കണം ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. അതുപോലെ മരണനിരക്ക് കുറയ്ക്കണം. വേണ്ടേ? നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ? മരണത്തിലേക്ക് വിടുകയല്ല ചെയ്യുന്നത്, അതിൽ മരണനിരക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ രോഗം വരുന്നതിനെ തടയണം അല്ലെ. കൂടുതൽ ഇവിടെ നിന്നും പിന്നീട് രോഗം വരാൻ പാടില്ല. ഒരു ട്രീറ്റ്മെന്റിന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നെയും വരുന്ന രോഗങ്ങൾ എന്ത് ചെയ്യണം? കുറയ്ക്കേണ്ടി വരും അല്ലെ. ഇൽനെസ് കുറയ്ക്കുക, ആ ഡിസബിലിറ്റി വൈകല്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള രീതിയിലുള്ള ഒരു ആരോഗ്യ പരിചരണമായിരിക്കണം നല്ല ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണോ? എന്താണത് റിപ്ലൈ ഇല്ലാത്ത? ക്ലിയർ ആണോ? അത്രയും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളാം കേട്ടോ. താങ്ക് യു. Thank you, ma'am.